പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ +1 സുവോളജിയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോളജി എന്താണ്, അതിൻ്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കിയത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദ ലിവിങ് വേൾഡ്. അപ്പോൾ ബയോളജിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. അതേപോലെ തന്നെ സുവോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും അരിസ്റ്റോട്ടിൽ തന്നെയാണ്. ബയോളജി എന്ന പേര് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ലാമാർക്ക് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ജീവനുള്ളവ എന്ന് നമ്മൾ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കുറേ സ്വഭാവങ്ങൾ, ജീവനുള്ളവയുടെ സ്വഭാവങ്ങൾ ഓടി വരുന്നുണ്ടാവും അല്ലേ? ഏതൊക്കെയാണവ? അതെ, വളർച്ച, പ്രത്യുൽപാദനം അല്ലേ? ഇതൊക്കെയാണ് ജീവനുള്ളവയുടെ പ്രധാന സ്വഭാവങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത് ഡിസ്റ്റിങ്ക്റ്റിങ് ക്യാരക്ടേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ്. ഡിസ്റ്റിങ്ക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം എടുത്ത് പറയേണ്ട സ്വഭാവങ്ങൾ, ജീവനുള്ളവയുടെ പ്രത്യേകം എടുത്ത് പറയേണ്ട സ്വഭാവം, ക്യാരക്ടേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നോൺ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് എന്നും പറയാം, ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് എന്നും പറയാം. നോൺ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് നിർവചിക്കാൻ സാധിക്കാത്ത സ്വഭാവങ്ങളാണ് നോൺ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ്. അതായത് എല്ലാ ജീവനുള്ളവയും ഈ സ്വഭാവങ്ങൾ കാണിക്കുന്നില്ല. അതാണ് നോൺ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ്. അതേപോലെ ഈ സ്വഭാവങ്ങൾ ജീവനില്ലാത്തവയും കാണിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ നോൺ ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. നോൺ ഡിഫൈനിങ് ക്യാരക്ടർ അതിലൊന്നാണ് ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച. എന്തിനെയാണ് നമ്മൾ വളർച്ച എന്ന് പറയാൻ നോക്കുക? ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ്. മാസ് ഇൻക്രീസ് ചെയ്യുക, മാസ് വർദ്ധിക്കുക. അതേപോലെ ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് വർദ്ധിക്കുക. കോശങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുക, അതിൻ്റെ മാസിൽ വർധനവുണ്ടാവുക. അതിനെയാണ് നമ്മൾ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ മാസ് ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ്. ഇനി ഗ്രോത്ത് ഓരോ ജീവികളിലും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇൻ പ്ലാന്റ്സ് സെൽ ഡിവിഷൻ ഒക്കേഴ്സ് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. സസ്യങ്ങളിൽ അവരുടെ ജീവിതകാലം മുഴുവൻ വളർച്ച നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് സെൽ ഡിവിഷൻ ഒക്കേഴ്സ്. കോശവിഭജനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ. അവരുടെ ജീവിതകാലം മുഴുവൻ വളർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സസ്യങ്ങൾ ജീവിതകാലം മുഴുവൻ വളരുന്നു. ഇൻ ആനിമൽസ്, ജന്തുക്കളിലാണെങ്കിൽ ഗ്രോത്ത് ഈസ് അപ് ടു സെർട്ടേൺ ഏജ്. ഏതാണ്ട് ഒരു പ്രായം വരെ മാത്രമേ ജന്തുക്കളിൽ വളർച്ച നടക്കുന്നുള്ളൂ. പിന്നെയും കോശവിഭജനം നടക്കുന്നുണ്ട്, പക്ഷേ അത് കേടായ സെൽസ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ വളർച്ച ജന്തുക്കളിൽ ഒരു കാലഘട്ടം വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. സസ്യങ്ങളിൽ ജീവിതകാലം മുഴുവൻ വളർച്ച നടക്കുന്നു. ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം, ഏകകോശ ജീവികളിൽ ഗ്രോത്ത് ഒക്കേഴ്സ് ബൈ സെൽ ഡിവിഷൻ. അവയിൽ വളർച്ച എന്ന് പറയുന്നത് സെൽ ഡിവിഷൻ, കോശവിഭജനം മൂലമുണ്ടാകുന്നതിനെയാണ് നമ്മൾ ഏകകോശ ജീവികളിൽ വളർച്ച എന്ന് പറയുന്നത്. ഇൻ നോൺ ലിവിങ് ഒബ്ജക്റ്റ്, ഗ്രോത്ത് മീൻസ് അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ ഓൺ ദ സർഫേസ്. നോൺ ലിവിങ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കളിൽ വളർച്ച എന്ന് പറയുന്നത് അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ ഓൺ ദ സർഫേസ് ആണ്. വസ്തുക്കൾ അതിൻ്റെ ഉപരിതലത്തിൽ അടിഞ്ഞുകൂടുന്നതിനാണ് നമ്മൾ വളർച്ച, വസ്തുക്കളുടെ വളർച്ച എന്ന് പറയുന്നത് അവയുടെ സർഫേസിൽ വസ്തുക്കൾ അടിഞ്ഞ് കൂടുന്നതിനെയാണ്. മൗണ്ടൻസ്, സാൻഡ് മൗണ്ട്, അതൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? മണൽ കുന്നുകൾ, അവയ്ക്കൊക്കെ വളർച്ച ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. കൂടുതൽ മണൽ വന്നടിഞ്ഞ് അവയ്ക്ക് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതിനുള്ളവയുടെ ഒരു പ്രത്യേക സ്വഭാവമായിട്ട് നമുക്ക് ഗ്രോത്ത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? നെക്സ്റ്റ് ഈസ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനം. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലിവിങ് ഓർഗാനിസം. അത് ജീവനുള്ളവയുടെ ഒരു ലക്ഷണമാക്കി നമുക്ക് എടുക്കാം. എന്താണ് റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം? ഇറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോജനി വിച്ച് ഈസ് മോർ ഓർ ലെസ് സിമിലർ ടു പാരൻസ്.
മാതാപിതാക്കളോട് സാമ്യത കൂടിയോ കുറഞ്ഞോ രീതിയിൽ മാതാപിതാക്കളോട് സാമ്യതയുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് 2 ടൈപ്പ്, 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ കാണപ്പെടുന്നുണ്ട്. അസെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, അലൈംഗിക പ്രത്യുൽപാദനവും ലൈംഗിക പ്രത്യുൽപാദനവും, 2 തരത്തിലുള്ള പ്രത്യുൽപാദനം കാണപ്പെടുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമേഷൻ ഓഫ് സൈഗോട്ട് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമേറ്റ്സ്. ഡൈപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ബീജകോശങ്ങളുടെ സംയോജനം മൂലം ഡൈപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ഈ രീതിയിലല്ലാതെ ഉണ്ടാവുന്നതിനെയാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നതിനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ഇൻ ഫംഗൈ, ഫംഗസുകളിൽ, കുമിളുകളിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ബൈ അസെക്ഷൽ സ്പോർസ്. സ്പോറുകൾ രൂപം കൊണ്ടിട്ട്, സ്പോറുകൾ വഴിയാണ് ഫംഗയിൽ പ്രത്യുൽപാദനം നടക്കുന്നത്. അതേപോലെ ഇൻ ഫംഗൈ ആൻഡ് ഫംഗൈ ഫിലമെൻറ്റസ് ആൽഗെ ആൻഡ് പ്രോട്ടോണിമ ഓഫ് മോസസ്, ഇതിലെല്ലാം പ്രത്യുൽപാദനം നടക്കുന്നത് ബൈ മൾട്ടിപ്ലൈ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. അവ വംശവർദ്ധനവ് നടത്തുന്നത് ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ്, ഫ്രാഗ്മെൻറ്റേഷൻ. ആൻഡ് ഇൻ ഈസ്റ്റ് ആൻഡ് ഹൈഡ്ര, ഈസ്റ്റിലും ഹൈഡ്രയിലും ദ റീപ്രൊഡക്ഷൻ ഈസ് ബൈ ഫോർമേഷൻ ഓഫ് ബഡ്, ബഡ്ഡിങ് ഫോർമേഷൻ വഴിയാണ് ഈസ്റ്റിലും ഹൈഡ്രയിലും റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ഇൻ പ്ലനേറിയ ദ റീപ്രൊഡക്ഷൻ ഈസ് ബൈ റീജനറേഷൻ, പുനരുൽപ്പത്തി വഴിയാണ് പ്ലനേറിയയിൽ പ്രത്യുൽപാദനം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ്. അതേപോലെ ദർ ആർ മെനി ഓർഗാനിസം വിച്ച് ഡു നോട്ട് റീപ്രൊഡ്യൂസ്, ധാരാളം ജീവികളുണ്ട് റീപ്രൊഡ്യൂസ് പ്രത്യുൽപാദനം നടത്താത്ത ധാരാളം ജീവികൾ കാണപ്പെടുന്നുണ്ട്. എക്സാമ്പിളാണ് മ്യൂൾസ്. മ്യൂളുകൾ എന്ന് പറഞ്ഞാൽ കഴുതയുടെയും കുതിരയുടെയും കൂടിയുള്ള വർഗ്ഗസങ്കലനം നടത്തി ഉണ്ടാകുന്ന സന്താനത്തിനെയാണ് നമ്മൾ മ്യൂൾസ് എന്ന് പറയുന്നത്. അവയ്ക്ക് പ്രത്യുൽപാദനം നടത്താനുള്ള കഴിവില്ല. അതേപോലെ സ്റ്റെറൈൽ വർക്കർ ബീസ്, ജോലിക്കാരായിട്ടുള്ള പെൺതേനീച്ചകൾ, അവയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. അതേപോലെ ഇൻഫെർട്ടൈൽ ഹ്യൂമൻ കപ്പിൾസ്, ചില ദമ്പതിമാർക്കും പ്രത്യുൽപാദനം നടത്താനുള്ള, സന്തതികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്രോത്തും റീപ്രൊഡക്ഷനെയും നമുക്ക് ഒരു ഡിഫൈനിങ് ക്യാരക്ടറാക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. ജീവനുണ്ട് എന്നുള്ളതിൻ്റെ ഡിഫൈനിങ് ക്യാരക്ടറായിട്ട് നമ്മൾ എടുക്കുന്നില്ല, അത് നോൺ ഡിഫൈനിങ് ക്യാരക്ടറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഡിഫൈനിങ് ക്യാരക്ടേഴ്സ് ഓഫ് ഓർഗാനിസം. വ്യക്തമായിട്ട് നിർവചിക്കാൻ സാധിക്കുന്ന സ്വഭാവങ്ങൾ, ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. മെറ്റബോളിസം, ഉപാപചയം. മെറ്റബോളിസം ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം വിത്തൗട്ട് എക്സെപ്ഷൻ. യാതൊരു എക്സെപ്ഷനും ഇല്ലാതെ ഉള്ള ഒരു ഡിഫൈനിങ് ഫീച്ചറാണ് മെറ്റബോളിസം, ഉപാപചയം എന്ന് പറയുന്നത്. എന്താണ് ഉപാപചയം? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളെയും കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയം. ഏതൊക്കെയായിരിക്കും ഉപാപചയത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെ നമുക്ക് പറയാം? ഇപ്പോൾ ദഹനം, ശ്വസനം, അതുപോലെ മാംസ്യത്തിൻ്റെ നിർമ്മാണം, ധാന്യത്തിൻ്റെ നിർമ്മാണം, ഇതൊക്കെ നമുക്ക് മെറ്റബോളിസത്തിന് ഉദാഹരണമായിട്ട് പറയാം അല്ലേ. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഉപജയും അപജയും, അനാബോളിസും കാറ്റാബോളിസും രണ്ടും ഉൾക്കൊള്ളുന്നതിനെയാണ് നമ്മൾ മെറ്റാബോളിസം എന്ന് പറയാം. നോൺ ലിവിങ് തിങ് ഡസ് നോട്ട് എക്സിബിറ്റ് മെറ്റബോളിസം. അപ്പോൾ ഉപാപചയം ജീവനില്ലാത്ത വസ്തുക്കൾ കാണിക്കുന്നില്ല, അവ സ്വഭാവം കാണിക്കുന്നില്ല. ഐസൊലേറ്റഡ് മെറ്റാബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ, നമ്മൾ ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി. ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പുറത്ത് പരീക്ഷണശാലയിൽ വെച്ച് നടത്തുന്നതിനെയാണ് നമ്മൾ ഇൻവിട്രോ എന്ന് പറയാം. ഐസൊലേറ്റഡ് മെറ്റാബോളിക് റിയാക്ഷൻസ് ഇൻ വിട്രോ ആർ നോട്ട് ലിവിങ് തിങ്സ് ബട്ട് ഷുവർലി ലിവിങ് റിയാക്ഷൻസ്. നമ്മൾ സെൽസ് എടുത്ത് ശരീരത്തിന് പുറത്ത് വെച്ച് പരീക്ഷണം നടത്തുമ്പോൾ അവിടെ ഉപാപചയം നടക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ അർത്ഥം അവ ജീവനുള്ളവയാണെന്നല്ല, അത് ലിവിങ് റിയാക്ഷൻസ് ആയിട്ടാണ് നമ്മളതിനെ എടുക്കുന്നത്. അപ്പോൾ മെറ്റബോളിസം എന്ന് പറയുന്നത് ഒരു ഡിഫൈനിങ് ക്യാരക്ടറാണ്.
നെക്സ്റ്റ് ഈസ് സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി. സെല്ലുലാർ ഓർഗനൈസേഷൻ, ശരീരത്തിലെ കോശങ്ങളുടെ ക്രമീകരണം, അത് വേറൊരു ഡിഫൈനിങ് ക്യാരക്ടറാണ്. ഓൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് 1 or more സെൽസ്. എല്ലാ ജീവികളും ഒന്നോ ഒന്നിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഹെൻസ് സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി ഈസ് ദ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ദ ലൈഫ് ഫോം. അതുകൊണ്ട് ജീവനുള്ളവയുടെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് ഏതെടുക്കാം? സെല്ലുലാർ ഓർഗനൈസേഷൻ ഓഫ് ദ ബോഡി എടുക്കാം. നെക്സ്റ്റ് ഈസ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവിയോൺമെൻറ്റ് and respond to these environmental stimuli which could be physical, chemical or biological. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സെൻസ് ദെയർ സറൗണ്ടിങ്സ് ഓർ എൻവിയോൺമെൻറ്റ്. ഒരു ജീവിയുടെ കഴിവ് എന്തിനുള്ള കഴിവാണ്? അവയുടെ ചുറ്റുപാട്, അവയുടെ പരിസ്ഥിതി, അതിനെയൊക്കെ സംവേദിക്കാൻ ഉള്ള കഴിവ്. ആൻഡ് റെസ്പോൺസ് ടു ദീസ് എൻവിയോൺമെൻറ്റൽ സ്റ്റിമുലൈ, അവർ ഉള്ളിലേക്ക് എടുക്കുന്ന അറിവ് വച്ചിട്ട് ആ ഉദ്ദീപനങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവ്. റെസ്പോണ്ട് ടു ദീസ് എൻവിയോൺമെൻറ്റൽ സ്റ്റിമുലൈ. അതെങ്ങനെയുള്ളതായിരിക്കാം ഈ ഉദ്ദീപനങ്ങൾ? ഇറ്റ് കുഡ് ബി ഫിസിക്കൽ, ഭൗതികമായിട്ടുള്ളതാവാം, കെമിക്കൽ, രാസീയമായിട്ടുള്ളതാവാം, ബയോളജിക്കൽ, ജൈവികമായിട്ടുള്ളതോ ആവാം. അതിനനുസരിച്ച് ജീവികൾക്ക് പ്രതികരിക്കാനുള്ള ഒരു കഴിവ് എല്ലാ ജീവികളിലും കാണപ്പെടുന്നുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പ്ലാന്റ്സ് അതിൻ്റെ പ്രതികരിക്കുന്നത് ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, ഇതിനോടൊക്കെ പ്ലാന്റ്സ് കാണിക്കുന്ന പ്രതികരണങ്ങൾ. അതുപോലെ തന്നെ ജന്തുക്കൾ തന്നെ പൊല്യൂട്ടൻസിനോട് കാണിക്കുന്ന പ്രതികരണങ്ങൾ. ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് എടുക്കാം? കോൺഷ്യസ്നെസ്സിന് എക്സാമ്പിളായിട്ട് എടുക്കാം. അതായത് ഓൾ ഓർഗാനിസംസ് ആർ അവെയർ ഓഫ് ദെയർ സറൗണ്ടിങ്സ്. എല്ലാ ജീവികളും അതിൻ്റെ ചുറ്റുപാടിനെ കുറിച്ചൊരു അവബോധം ഉള്ളവയാണ്. ഇൻ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യന്മാരിൽ ദ ഓൺലി ഓർഗാനിസം, ഹ്യൂമൻ ബീയിങ് ഈസ് ദ ഓൺലി ഓർഗാനിസം ഹു ഈസ് അവെയർ ഹിംസെൽഫ്. തന്നെക്കുറിച്ച് തന്നെ അവബോധമുള്ള ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. ദാറ്റ് ഈസ് ഹാസ് സെൽഫ് കോൺഷ്യസ്നെസ്. അതിന് സ്വയം അറിവ്, തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ. സോ വി ക്യാൻ സേ ദാറ്റ് ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്. അപ്പോൾ ജീവനുള്ളവ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, സ്വയം വിഭജിക്കാൻ കഴിയുന്നവ. ഇവോൾവിങ്, പരിണമിക്കാൻ കഴിയുന്നവ. ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ്, സ്വയം ക്രമീകരിക്കാൻ കഴിയുന്ന. ഇൻറ്ററാക്റ്റീവ് സിസ്റ്റംസ്, അതേപോലെ റെസ്പോൺസ് ചെയ്യാനും എല്ലാം കഴിയുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ജീവനുള്ളവ. സോ ലിവിങ് ഓർഗാനിസംസ് ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ്, ഇവോൾവിംഗ് ആൻഡ് സെൽഫ് റെഗുലേറ്റിംഗ് ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം capable of responding to external stimuli. ഇങ്ങനെ ഒരു നിർവചനം നമുക്ക് ജീവനുള്ളവയ്ക്ക് കൊടുക്കാം. അപ്പോൾ ജീവനുള്ളവ രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. അവയുടെ സ്വഭാവങ്ങൾ നോൺ ഡിഫൈനിങ് ക്യാരക്ടേഴ്സും ഡിഫൈനിങ് ക്യാരക്ടേഴ്സും. നോൺ ഡിഫൈനിങ് ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ, വളർച്ചയും പ്രത്യുൽപാദനവും. ഡിഫൈനിങ് ക്യാരക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ് മെറ്റബോളിസം, ഉപാപചയം, കോൺഷ്യസ്നസ്, സെല്ലുലാർ ഓർഗനൈസേഷൻ. Okay.